പഞ്ചാബിൽ നിന്നുള്ള 30 AAP MLA-മാർ കോൺഗ്രസിൽ ചേരുമെന്നുള്ള വാർത്തകൾ ശരിവച്ചിരിക്കുകയാണ് സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ. അടുത്ത വൃത്തങ്ങളോട് അദ്ദേഹം അതിൻ്റെ ആശങ്ക പങ്കുവച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് തിരിച്ചറിഞ്ഞതോടെ അടിയന്തര യോഗം MLA-മാരെ ചേർത്ത് വിളിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പഞ്ചാബിൽ നിന്നുള്ള MLA-മാർ പാർട്ടി വിടുമെന്ന വ്യക്തമായ സന്ദേശം ലഭിച്ചതോടെ ആ MLA-മാരെ കാണാൻ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുകയാണ്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നും മന്ത്രിമാരും ആ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പഞ്ചാബിലെ 30 AAP MLA-മാർ രാജ്യഭീഷണി മുഴക്കിയെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് കെജ്രിവാളിൻ്റെ നീക്കം. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ വാർത്തകൾ വന്നതോടുകൂടി അത് കെജ്രിവാളിനും ബോധ്യമായതോടുകൂടിയാണ് അടിയന്തരമായി ഇങ്ങനൊരു യോഗത്തിലേക്ക് അദ്ദേഹം കടക്കുന്നത്. പാർട്ടിയുടെ പഞ്ചാബ് ഘടകത്തിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുന്നതായി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ആം ആദ്മിയുടെ പഞ്ചാബ് ഘടകത്തിലെ ചില അംഗങ്ങൾ നേതൃത്വത്തിൻ്റെ കീഴിൽ അതൃപ്തരാണെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചാബിലെ 30ഓളം വരുന്ന AAP MLA-മാർ തങ്ങളുടെ വരുതിയിലാണെന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് തള്ളിക്കളഞ്ഞ ഈ അവകാശവാദം ഇപ്പോൾ ശരിവെക്കുന്ന രീതിയിലേക്കാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ പോയിരിക്കുന്നത്. ഡൽഹി നഷ്ടപ്പെട്ടതിനാൽ കെജ്രിവാളിൻ്റെ അടുത്ത ലക്ഷ്യം പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് എന്ന BJP നേതാവ് സുഭാഷ് ശർമ്മയുടെ വാക്കുകളും വലിയ രീതിയിൽ പഞ്ചാബിനെ ഇളക്കിമറിക്കുകയാണ്. കെജ്രിവാൾ പഞ്ചാബ് നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നും വിജയിച്ചാൽ ഭഗവത് മാനെ മാറ്റി മുഖ്യമന്ത്രി സ്ഥാനം കെജ്രിവാൾ ഏറ്റെടുക്കുമെന്നും സുഭാഷ് ശർമ്മ പറഞ്ഞിരുന്നു. ഇതും അവിടുത്തെ MLA-മാർക്കിടയിൽ വലിയ തരത്തിലുള്ള കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് AAP അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. അതേസമയം പഞ്ചാബിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും മറ്റൊരു പ്രവചനം കൂടി വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും MP-യുമായ സുഖ്ജീന്ദർ സിംഗ് രണ്ടാവയാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തുവിട്ടത്. ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി MLA-മാർ പലരും അരവിന്ദ് കെജ്രിവാളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് രണ്ടാവയുടെ ഈ പരാമർശം കൂടി വന്നിരിക്കുന്നത്. AAP-യിൽ നിന്നും കൂടുതൽ MLA-മാർ രാജിവെക്കുമെന്നും സംസ്ഥാനത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. പഞ്ചാബിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ രണ്ടാവെ MP പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാകുമെന്ന തരത്തിലും ചില വാർത്തകൾ വരികയാണ്. രണ്ടാവെ MP വ്യക്തിപരമായ അഭിപ്രായത്തിൽ AAP MLA-മാർ രാജിവെച്ച് വന്നാൽ തന്നെ കോൺഗ്രസ് അവരെ സ്വീകരിക്കരുത് എന്നും അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നു. അവർ അഴിമതിക്കാരാണെന്നും കോൺഗ്രസിന് അവരെ വേണ്ട എന്നുമാണ് അദ്ദേഹം AICC നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും MLA-മാർ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായതോടെ കെജ്രിവാൾ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. ആകെയുള്ള 92 MLA-മാരിൽ എത്ര പേർ ഇന്ന് യോഗത്തിനെത്തുമെന്ന് കണ്ടറിയണം. അപ്പോൾ മനസ്സിലാകും പഞ്ചാബ് AAP സർക്കാരിൻ്റെ ഭാവി എന്താണെന്ന്.